ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലില്, സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലില് കുടുംബത്തെ കുറിച്ച് പറഞ്ഞ ഗാർഹിക സഭ എന്നാണല്ലോ. അതായത് സഭ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ കൂടി അംശം അവിടെ കിടപ്പുണ്ട്. ഒരു കുടുംബം നന്നാവുമ്പോൾ സഭ കൂടിയാണ് നന്നാവുന്നത്. കുടുംബം തകരുമ്പോൾ സഭ കൂടിയാണ് തകരുന്നത്. നമുക്കറിയാം, ലോകത്തിൽ മുഴുവനും ഒരു ബൈബിളിലെ വാല്യൂസ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ കുറെ കൂടിയും നല്ല സമൂഹങ്ങളായിട്ട് മാറും ശരിക്കും പറഞ്ഞു. അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ ആ ഒരു ബോധ്യത്തോടുകൂടെ നല്ല കുടുംബങ്ങളും നല്ല വിവാഹ വിളികളും ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട നാളുകളിലൊക്കെ. സാധാരണ നമ്മൾ പട്ടത്തിനിപ്പോ തിരുപ്പട്ടം എന്ന് പറയുന്നു. അതുപോലെ തന്നെ വിവാഹത്തിന് നമ്മൾ വിവാഹം എന്ന് മാത്രമേ പറയാറുള്ളൂ. തിരുവിവാഹം എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. അതൊരു വിശുദ്ധമായൊരു കാര്യമാണെന്നും അതിനാവശ്യത്തിന് ഒരുക്കം വേണമെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കണം. കാരണം നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല ദൈവവിളികളുണ്ട്. അതായത് പൗരോഹിത്യ വിളിയും സമർപ്പിത വിളിയും മറ്റു കുടുംബ വിളിയും എല്ലാം ഉണ്ടാകുന്നത്. ഈ 10-ാം പിയൂസ് മാർപ്പാപ്പയുടെ ഒരു അനുഭവം ഉണ്ടല്ലോ. അദ്ദേഹം സഭയുടെ സാന്നിധ്യം ഏറ്റെടുത്തതിന് ശേഷം വീട്ടിലേക്ക് തിരികെ വരവുണ്ട്. വന്നതിന് ശേഷം അദ്ദേഹം അമ്മയുടെ കരങ്ങളിലേക്ക് കൈവച്ചു കൊടുത്തിട്ട് അധികാര ചിഹ്നം മോതിരം ഇങ്ങനെ മുത്തിക്കുന്നുണ്ട്. ആ മുത്തിച്ചു കഴിയുമ്പോൾ അമ്മയുടെ മുമ്പിൽ അല്പം ഒരു കോൺഫിഡൻ്റ് ആയിട്ട് കുറച്ചുകൂടി അഭിമാനത്തോടു കൂടിയാണ് കൈ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, മോനെ നിന്റെ കയ്യിൽ വരുന്ന ആ മോതിരം അത് വരുന്നതിന് മുൻപ്, വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പണിയെടുത്ത് തയമ്പിച്ച കയ്യിലേക്ക് ഇങ്ങനെ ക്ലാവ് പിടിച്ചൊരു മോതിരം അവിടെ കിടപ്പുണ്ട്. നിന്റെ അപ്പനും അമ്മയും വിശ്വസ്തതയിലും വിശുദ്ധിയിലും ജീവിച്ചതിന്റെ ഫലമാണ് നിന്റെ കയ്യിൽ ഇപ്പൊ അണിഞ്ഞിരിക്കുന്ന ഈ അധികാര ചിഹ്നം, ഈ മോതിരം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല പൗരോഹിത്യം ഉണ്ടാകുന്നത്, സമർപ്പിത വിളി ഉണ്ടാകുന്നത്, നല്ല കുടുംബങ്ങൾ ഉരുവാകുന്നത്. അപ്പോൾ കുടുംബം എന്ന് പറയുന്ന ഒരു ഗാർഹിക സഭയാണ്. ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഈ ഒരു വിളി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു അത്രമേൽ വൈശിഷ്ട്യം നിറഞ്ഞ വിശുദ്ധമായൊരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട സമയമാണെന്ന് തോന്നുന്നു എനിക്ക്. ഒരുക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പം അച്ഛനും പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പൗരോഹിത്യത്തിലേക്ക് കടക്കുമ്പോൾ ശരിക്കും നമ്മൾ നോർമലി ചിന്തിക്കുകയാണെങ്കിൽ 10-ാം ക്ലാസ് കഴിഞ്ഞൊരു പയ്യനാണ് പൗരോഹിത്യത്തിലേക്ക് സന്യാസത്തിലേക്ക് പോകുന്നതെങ്കിൽ 12-14 വർഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുക്കം അപ്പം തൊട്ട് തുടങ്ങി. ഒരു 12-14 വർഷത്തിന്റെ ഒരുക്കത്തിന് ശേഷമാണ് ഒരു പൗരോഹിത്യം സ്വീകരിക്കുന്നത്. അപ്പം ജീവിതകാലം മൊത്തമുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയുള്ള ഫോർമേഷൻ കൃത്യമായിട്ട് കുടുംബത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ചിലപ്പോൾ ഒരു ശരിയാണ്, ഇന്ന് യുവാക്കൾ ചിലപ്പം കോളേജിൽ പോകുമ്പം അട്രാക്ഷനൊക്കെ തോന്നി വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ അതിന് ഒരുങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. മാതാപിതാക്കൾ അതിനുവേണ്ടി ഒരുക്കുന്നുണ്ടോ, അതിനുവേണ്ടി നല്ലൊരു ഫോർമേഷൻ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം കൂടുതലായിട്ട് ചിന്തിക്കുന്നത് വിവാഹം ആലോചിച്ച് തുടങ്ങുമ്പോഴായിരിക്കും. വിവാഹം ആലോചിച്ച് തുടങ്ങുമ്പോഴാണ് കുടുംബജീവിതം എങ്ങനെ നയിക്കണം എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുക. അപ്പം യഥാർത്ഥത്തിൽ ഫോർമേഷൻ സംഭവിക്കുന്നത് 1-2 വർഷം, ചിലപ്പോൾ അതുപോലും ഉണ്ടാവത്തില്ല. എന്നിട്ടാണ് ഈ കുടുംബജീവിതത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരുക്കം കൃത്യമായിട്ടുണ്ടോ. പിന്നെ ദൈവിക പദ്ധതിയാന്ന് പറഞ്ഞു. ദൈവിക പദ്ധതിയാണെന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ ഞാൻ അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവോ യുവതിയോ തെരഞ്ഞെടുക്കുകയല്ല, ഓക്കെ എനിക്ക് കുടുംബജീവിതത്തിലേക്ക് കടക്കണം എന്നുള്ളത്. ഇത് ദൈവിക പദ്ധതിയാകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം ക്ഷണിക്കുകയാണ് അവരെ. ഞാൻ അത് തെരഞ്ഞെടുക്കുകയല്ല, ദൈവം ക്ഷണിക്കുന്നു ഒരു വ്യക്തിയെ, നിങ്ങളിതാ കുടുംബജീവിതത്തിലേക്ക് വരുന്നു. അപ്പൊ ആ ക്ഷണം സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ വിവാഹം അല്ലെങ്കിൽ കുടുംബജീവിതമാണ്. എല്ലാ വിവാഹ ജീവിതവും അതല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതം എന്നുള്ളത് ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. അതുകൊണ്ടാണ് ദൈവിക പദ്ധതിയാന്ന് പറയുന്നത്. ദൈവം നമ്മളെ ക്ഷണിക്കുന്നു, നമ്മളത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ സമയങ്ങളിലൊക്കെ ദൈവിക പദ്ധതിയെക്കുറിച്ചും വിവാഹം ഒരു ദൈവവിളിയാണെന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് ജെറമിയ 29:11. അതിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതി. ഇത് ജെറമിയ പ്രവാചകൻ ബാബിലോൺ പ്രവാസത്തിലായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു കുറിപ്പാണ്. ഈ കുറിപ്പിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്, ഈ പദ്ധതിയെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുൻപ് തന്നെ ആദ്യ ഭാഗത്ത് പറയുന്നത്, നിങ്ങൾ അടിമത്തത്തിലാണ്, നിങ്ങൾ പ്രതിസന്ധിയിലാണ്, എങ്കിൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ജെറമിയ 29:6 തിരുവചനം, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ. ഇത് ദൈവം പ്രത്യേകമായിട്ട് ജെറമിയ പ്രവാചകനോട് അരുളി ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ പ്രവാസത്തിലായിരിക്കുന്ന ആ സഹോദരങ്ങൾ വിവാഹത്തെക്കുറിച്ച് ചിലപ്പോൾ മറന്നുപോയി കാണും. കാരണം അടിമത്തത്തിലായതുകൊണ്ട് വിവാഹം കഴിച്ചാൽ എങ്ങനെയാകുമെന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ ആയിരിക്കും. നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്, ഒന്ന് നല്ലൊരു സ്റ്റാറ്റസിലെത്തട്ടെ, അല്ലെ ഒരു വീട് പണിയട്ടെ, പെങ്ങന്മാരുടെ വിവാഹം കഴിയട്ടെ, ഇങ്ങനെയുള്ള എല്ലാവിധ പ്രതിസന്ധികളും മാറിയതിനു ശേഷം വിവാഹം കഴിക്കാമെന്ന് ചിന്തിക്കുന്ന
ഒരു യുവജനങ്ങൾ അവസാനം വിവാഹം കഴിക്കാനാകാതെ നിരാശയിലാണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മ എൻ്റെ അടുത്ത് വന്നത് എൻ്റെ ഓർമ്മയിൽ വരുവാണ്. ഈ അമ്മ സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നത്. ഈ അമ്മ പറഞ്ഞ സങ്കടം ഇതാണ്: അമ്മ വിവാഹം കഴിച്ച് മകനും മകൾക്കും ജന്മം നൽകി ഒത്തിരി നാളാകുന്നതിന് മുൻപ് തന്നെ ഈ ഭർത്താവ് മരിച്ചുപോയി. പിന്നെ ഈ 2 മക്കളെയും, ഈ മൂത്ത പയ്യനെയും ഇളയ പെൺകുട്ടിയെയും പഠിപ്പിച്ച് വളർത്തി അധ്വാനിച്ച് അവരെ ഒരു നിലയിലെത്തുവാൻ വേണ്ടി അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു. ഈ മക്കൾക്ക് 2 പേർക്ക് ഈ അമ്മയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് നല്ലവണ്ണം അറിയാം. മകൻ മൂത്തതാണ്. അവനൊരു പ്രായപൂർത്തിയൊക്കെ ആയ സമയത്ത് അവനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു: അമ്മേ, ഞാൻ വിവാഹം കഴിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ളൊരു സാധ്യതകൾ അവന് തെളിഞ്ഞു വന്നായിരുന്നു. പക്ഷെ ഈ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്: മോനെ, അനിയത്തി ഇവിടെ നിൽക്കുകയല്ലേ, അവളുടെ വിവാഹം കഴിയട്ടെ, നമുക്കൊരു വീടൊക്കെ ആകണ്ടേ, അവൾ നല്ല നിലയിൽ എത്തിയതിന് ശേഷം നിന്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞ് അമ്മ അന്ന് നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ വീട് പണിതു, നല്ല നിലയിലെത്തി, പെങ്ങളുടെ വിവാഹം നടത്തി. അവസാനം ഒരു 35 വയസ്സൊക്കെ ആയപ്പം അമ്മ മകൻ്റെ വിവാഹം ആലോചിച്ചു തുടങ്ങി. ഈ സമയത്തുണ്ടായ പ്രതിസന്ധി എന്ന് പറയുന്നത് 36 വയസ്സായി, ഇവൻ്റെ വിവാഹം നടക്കുന്നില്ല. 37 വയസ്സായി, വിവാഹം നടക്കുന്നില്ല. ഇങ്ങനെ അത് മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവൻ പതുക്കെ നിരാശയിലായി. അതുവരെ നല്ല രീതിയിൽ തൊഴിൽ ചെയ്ത് വീടിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അമ്മയെ സ്നേഹിച്ച് പെങ്ങളോടുള്ള കടമകൾ നിർവഹിച്ച് നിന്നിരുന്ന ഈ നല്ല ചെറുപ്പക്കാരൻ പതുക്കെ പതുക്കെ ദുശീലങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങി. മദ്യപാനത്തിലേക്കും ലഹരിയിലേക്കും ഒക്കെ പോകാൻ തുടങ്ങി. ഇപ്പം അവന് 42 വയസ്സായപ്പോഴാണ് ഈ അമ്മ വരുന്നത്. വിവാഹം നടക്കുന്നില്ല, ഇവൻ്റെ വിവാഹം നടക്കാത്തതാണ് പ്രശ്നം. അതുകൂടാതെ ഇവൻ്റെ ഈ ദുശീലങ്ങൾ, ഇവൻ മദ്യപിക്കുന്നത് അമ്മയെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേറെ അധ്വാനിച്ച ഒരു അമ്മയാണ്. പക്ഷെ അമ്മ അന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട സമയത്ത്, അതായത് വിവാഹം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സമയത്ത് വിവാഹം പ്രോത്സാഹിപ്പിക്കാതെ പോയി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ജീവിതം തന്നെ തകർന്നു. ഇപ്പം നല്ലൊരു ദൈവവിളിയെക്കുറിച്ച് 10-ാം പിയൂസ് മാർപ്പാപ്പയുടെ കാര്യം പറഞ്ഞു. ഈ അമ്മയുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ഇവൻ ഉയർന്നു വന്നു, ഒരു നല്ല ദൈവവിളി തിരഞ്ഞെടുത്തു. ഇതുപോലെ തന്നെ വിവാഹമെന്ന ദൈവവിളിക്കും വേണ്ടിയിട്ടും സമയാസമയങ്ങളിൽ മക്കൾക്ക് വേണ്ട ഫോർമേഷൻ കൊടുത്ത്, ബോധ്യങ്ങൾ കൊടുത്ത്, സമയാസമയങ്ങളിൽ അവരുടെ വിവാഹം നടത്തുവാൻ വേണ്ടി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ദൈവം വിളിച്ചപ്പോൾ ആ വിളി തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ഒരു കുടുംബത്തിന്റെ കഥയാണ്. അല്ലെങ്കിൽ ആ വിളിക്ക് കൃത്യസമയത്ത് പ്രത്യുത്തരം നൽകാൻ സാധിക്കാതെ പോയ ഒരു കുടുംബത്തിന്റെ കഥയാണ്, സങ്കടമാണ് അച്ഛൻ ഇപ്പോൾ ഇവിടെ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഓർത്തു പോവുകയാണ്, സാമുവേൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട് തിരുവചനത്തില്. സാമുവേൽ പ്രവാചകൻ ഒരു ബാലനായപ്പോൾ കർത്താവ് വാഗ്ദാന പേടകത്തിന് മുമ്പിൽ നിന്നും വിളിക്കുന്നുണ്ട്. സാമുവേൽ അതിന് മുമ്പിൽ കടന്ന് ഉറങ്ങുകയാണ്. സാമുവേലിന് വിളി തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. സാമുവേൽ ഓടുന്നത് ഏലി എന്ന് വിളിക്കപ്പെടുന്ന ആ പുരോഹിതന്റെ അടുത്തേക്കാണ്. പിന്നീട് 3-ാം വട്ടവും ഈ ഏലി പുരോഹിതന്റെ അടുത്തേക്ക് സാമുവേൽ അങ്ങനെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞു വരുമ്പോൾ ഏലി എന്ന് വിളിക്കപ്പെടുന്ന പുരോഹിതന് മനസ്സിലായി വിളിക്കുന്നത് തമ്പുരാനാണെന്ന്. അതുകൊണ്ട് തന്നെ 3-ാം വട്ടം ഏലി പുരോഹിതൻ പറഞ്ഞു വെക്കും സാമുവേലിനോട്: ഇനി നിന്നെ ആരെങ്കിലും വിളിച്ചാൽ ഇപ്രകാരം പറയണം, കർത്താവെ അരുൾ ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു. ഇവിടെ മാതാപിതാക്കളുടെ വലിയൊരു പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു വെക്കാനാണ് ഞാൻ ഇപ്രകാരം ഒന്ന് സൂചിപ്പിച്ചത്. അവിടെ അമ്മയ്ക്ക് സാധിക്കാതെ പോയ ഒരു ബുദ്ധിമുട്ടുണ്ട്. മകൻ കൃത്യസമയത്ത് ആഗ്രഹം പ്രകടമാക്കിയപ്പോൾ ദൈവീക കൃപാവരം അവനെ സ്വീകരിക്കാനുള്ള ഒരു വഴി തെളിയിക്കാൻ സാധിക്കാതെ പോയ ഒരമ്മ. അതുപോലെ തന്നെ ഇപ്പോഴും മാതാപിതാക്കന്മാര് മക്കൾ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അവരെ ആ വിളി ജീവിതത്തിലേക്ക് ഒരുക്കാനും അവരെ ആ വിളി ജീവിതം എപ്രകാരം അത് മുൻപോട്ട് നയിക്കാൻ സാധിക്കുമെന്ന് അവരെ ഒരുക്കുവാനുമുള്ള ഒരു കൃപാവരത്തിനായി മാതാപിതാക്കളും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ വിവാഹം എന്ന കൂദാശയോട് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ